വാങ്ങി തരാറാണ് തരാ. ഇതൊക്കെ മറ്റോന്റെ പരിപാടിയാണ്. ആ കുറ്റി ചൂളാന്റെ വീരാണേ കൂമ അന്ന് ഞാൻ കാണിച്ചറിയാം. എടാ നെച്ചക്ക എന്താണ് തവളെ? അന്റെ പേരെ കുട്ടികൾക്ക് 2 കടലാസൻസിൽ ഒരു സ്കൂൾ ബാഗും വാങ്ങി പിടിച്ചിട്ട് സ്റ്റാറ്റസ് ഒക്കെ കാരണം ഞാൻ സ്റ്റാറ്റസും വെക്കും, ടിവിയിലിടും. ഇജത്ത കാട്ടച്ച് പോട തവളെ. തവളയെന്നോ? ധൈര്യം ഉണ്ടെങ്കിൽ പാടാ. ഇജെന്ത് ഒരക്കേ കാട്ട ഞാൻ ഇവിടെ വന്നാല് കൊമ്പം കാട്ട കോയ. ഇജ് മുങ്ങിയോ? എവിടെടാ കൊമ്പങ്ങാട് ചേറ്റേരി? ഇജ് ഒളിഞ്ഞാഴ്ചണ്ട. ഇജിന്റെ മുന്നിക്ക് ഇവിടെ വരുമല്ലോ. പൊളിച്ചു നിൽക്കലടാ നെച്ചക്ക. അന്റെ പുറം ഞാൻ പൊളിച്ചു. ധൈര്യം ഉണ്ട് എന്റെ വളപ്പുകൾ കയറടാ. ഇജ് ഇന്റെ വളപ്പിലാ നിക്കണം കോയ. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങടാ. എന്താടാ അന്റെ പേരെ കുട്ടിയൊക്കെ 2 കടലാസൻസിൽ വാങ്ങിക്കാണ്ട് സ്റ്റാറ്റസ് ഇട്ട മാതിരിയല്ല. ഇന്ന് ഞാൻ പോകുന്നുണ്ട് മലപ്പുറം കുന്നുമ്മക്ക്. അവിടെ സ്റ്റെപ്സ് ഇറങ്ങണ ഒരു കട. അവിടെ സ്കൂൾ കുട്ടികൾക്കുള്ള എല്ലാ സാധനവും ഉണ്ട്. അതിന്റെ ഒരു ലോകം തന്നെയാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് സകല സാധനം വാങ്ങിയിട്ട് സ്റ്റാറ്റസ് എന്താ കാണിച്ചാടാ. നീർക്കോലി വീരാനെ കേട്ടോ. ഞാൻ അങ്ങോട്ട് വരാം. ആ നീർക്കോലി വീരാനെ ചെറുക്കാൻ മതില് കൊത്തി പൊളിച്ചോന്ന്. എന്റെ മോനാണ് ഈ മതില് പൊളിച്ചെന്നുള്ളത്. ആരപ്പോ ഓനോട് പറഞ്ഞു? ഓനെ കോടല് നീ അടുക്കും. കൊമ്പങ്ങാട് ചെറ്റങ്ങട്ട് ഇറങ്ങി. മകനെ വിട്ടുകൊണ്ട് മതില് കുത്തി പൊളിച്ചോ പോരാ. കൊമ്പങ്കാട് ചെറ്റയാണ് നീ ചാവുന്നത്. ആ സൈനന്റെ പേരന്റെ മതില് ഇതേപോലെ പൊളിഞ്ഞിക്കണല്ലോ. അതിന്റെ മോൻ പൊളിച്ച നീർക്കോലി വീരാനെ ഫർണിച്ചറിന്റെ കടയെ ചോദിച്ചത്. അവിടെ തന്നെയാണ് ഞാൻ പോകാൻ നിൽക്കുന്നത്. അത് നിൽക്കറിയേണ്ട ആവശ്യമില്ല. അനക്കറിയേണ്ട ആവശ്യമില്ല. ഹലോ, ഈ മതിലൊക്കെ ഫർണിച്ചർ എടുക്കാൻ പോവാ. ഞാൻ പറയും മതിലിന്റെ പ്രശ്നത്തെ ഇപ്പൊ സമാസമായി കൊറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കണു, എന്റെ ഇതൊന്നും അങ്ങോട്ട് തിരിച്ചു കൊടുക്കാത്ത. എനിക്ക് എന്താ എടുക്കാൻ പോണെന്ന് പറഞ്ഞു. ഫർണിച്ചർ എന്നാ വാ. കടാ ഇങ്ങോട്ട് പോരെ. എന്തത്തെ പരിപാടി പടച്ച റബ്ബേ, നീർക്കോലി മനുഷ്യനെ കാണാക്കട്ടെ. കോയേ എവിടുക്കാ പോണു ഈ വെയിലത്ത്? മായക്കൊക്കെ ഞാൻ കൊട എടുത്തു. കോയേ പടച്ച റബ്ബേ, കൊട മാറിക്കണല്ലോ. ഇത് എന്റെ കൊട ആയിട്ടൊന്ന് വന്നാ. ഇച്ച എന്നോട് കുറച്ച് സംശയം ചോദിച്ചാൽ ഇച്ച പെപ്പടിന്റെ അടുക്കൊന്ന് വന്നാ. ഓലൊക്കെ വരും. ഞാൻ ചെവി പറഞ്ഞാൽ എനിക്ക് കേൾക്കൂല. മനുഷ്യൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ സ്വീകരിച്ചൂല. മനുഷ്യൻ തോണ്ട പൊട്ടി ചാകാൻ വേണ്ടിട്ട് എന്താ വിളിച്ചിന്നോ? ആജ് വന്നാ. ഓളോ ബിസോണ്ടൊക്കെ പഠിത്ത പേര ഉറപ്പുണ്ടാവോ കോയെ? പിന്നല്ലാതെ. എത്താന്റെ അഭിപ്രായം? അത് നല്ല കാര്യ. ആ പറമ്പാടന്മാരെ അവിടുന്ന് എടുത്താ മതി. പറമ്പൊക്കെ എപ്പ പോണോ? നീർക്കോലിയേ ആ പറമ്പാടന്മാരെ അവിടുന്ന് അത് ചുട്ടിക്കാണ്ട് ഒരാഴ്ച വെള്ളത്തിലിട്ടിട്ട് നല്ല ഉറപ്പോട് കൂടിയാണ് അവരെ കൊടുക്കേണ്ടത്. അതായിട്ട് പടുക്കാന്നുള്ള എഞ്ചിനീയർ പറഞ്ഞു. അപ്പൊ ഓളോബിക്സ് വാങ്ങുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങിക്കോന്ന്. അന്നച്ചും വാങ്ങിക്കോ. ചുട്ട പത്തിരി ഓർലിക്സോ. എന്റെ വാപ്പാ, ഞാൻ ഉദ്ദേശിച്ച ഒറ്റ കുത്താണ് കുത്തിയാണ്ടല്ലോ. ചേമ്പ് എവിടെ? എന്ത് പാമ്പ്? അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ആ കട കാണിച്ചു തരാം. അതാ നല്ല. എന്റെ തൊണ്ട പൊട്ടാണ് എന്നെ വർത്താനം പറഞ്ഞിട്ട്. നീ ചവിടുന്ന് ഇങ്ങോട്ട് വാ. നേരെ മോന്തിയായോ? മോന്തി ആയതല്ല, അത് കൗത്തിൽ കുടുങ്ങിയിട്ടാണ് നടക്കാണ്ട്. ഓരോരോ ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ. ഇങ്ങോട്ട് വാ. ഞാൻ നീർക്കോലി വീരാന്റെ അടുക്ക്. അവിടെ കട്ടിലെപ്പ് ഉണ്ട്. ഇറങ്ങി ഇപ്പൊ പിടിച്ചാണോ കട്ടിലെപ്പ് ഇല്ലാന്ന്. അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി പരിപാടിയുള്ളൂ. മനുഷ്യൻ ആ കിട്ടുന്ന ഇറച്ചി പത്തിരി കൂടി ഇല്ലാതാക്കിയാലും വീരാനെ മുടുങ്ങാൻ വന്നിക്കാലേ. കട്ടിലെപ്പൊക്കെ മാറ്റി വെച്ചേ. അനക്ക് ഇറച്ചിയും പത്തിരി കൊടുക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ നാട്ടുകാരോട് പോയി വലിയ മെയിനായിട്ട് ആയിക്കാണ്ട് കട്ടിലെപ്പ് ഇറങ്ങോട്ട്. കൊമ്പങ്ങാട് കോയെ നമ്മുടെ മഞ്ചേരി ഉണ്ട് ഹവായി സ്റ്റോർ പറഞ്ഞാണ്ട് ഒരു കട. പൊട്ടാ നീർക്കോലിയെ ഹവായിയോണ്ട് ചെരുപ്പല്ല ഉണ്ടാക്കുക. തവളക്കോയെ കീരിന്റെ വാതിലും കട്ടിലും ഒരുമിച്ച് വരുണ്ടോലോ. ഓരെന്നോട് പറഞ്ഞത് ഇപ്പൊ ഫിറ്റ് ചെയ്യണ്ട, തേപ്പ് കഴിഞ്ഞിട്ട് അത് കുടിക്കാന്നാ പറഞ്ഞേ. തേപ്പ് കഴിഞ്ഞിട്ട് കുടിക്കാൻ മതിയോ? ആന്ന്. അങ്ങനെ ഇറങ്ങിയ റബ്ബേ. ഏത് ഭദ്രം കാലത്തല്ലേ ഇപ്പൊ നാട്ടിൽ ഇനി കട്ടിലെപ്പിന് ചീരിട്ടിലൊക്കെ ഇല്ലാതാവോ? ഏത് പൂരാടം കാലത്തുണ്ടായതാ? ഇത് വലിയ ചിലക്കളും ചിലക്കണ്ട. ആ പീടി ഏതാന്ന് കാണിച്ചെന്നാ ചെറുക്കനെ അവിടെ നിൽക്കാലോ. നീർക്കോലിയേ പഠിച്ച റബ്ബേ, കിളി പറഞ്ഞോ? ഇത് പോരില്ലേ? ഞങ്ങൾ പോരെ. ഇതാണ് ഞാൻ പറഞ്ഞ കട കോയെ. പടച്ചോനെ, ആ നീർക്കോലി വീരാൻ ചൂടാണ്. ഓനെ കേക്കൂല. കൊമ്പങ്ങാട് കോയെ ട്രാൻസ്ഫോമർ മൂളി മൂളി കൊയങ്ങി. ഈ മയത്താണ് നനക്കിട്ട്. മനോജ് ഇന്ന് നടക്കാൻ വന്നില്ല, അതുകൊണ്ടല്ല ഞാൻ നനക്കണേ. കട്ടില് വെക്കണില്ലേ? പടുപേര് വന്നിട്ടില്ലാന്ന്. കട്ടില് വെക്കണില്ലാന്ന്. മരത്തിന്റെ ഞാൻ പറഞ്ഞിരിക്കണു. അത് വരെ ഈരാനെ ഇപ്പത്തെ കാലത്ത് ആരെങ്കിലും മരത്തിന് വെക്കലുണ്ടോ? ഒക്കെ ഇരുമ്പിന്റെ അല്ലേ വെക്കലേന്ന്. ഓർക്കുത്തം കുത്തൂലേ? ഉറക്കത്തിലൊക്കെ കുത്താൻ അന്ന ആരാ കൊന്നേ?
എന്താന്നില്ലേ എത്ര പറഞ്ഞാലും ചോദിക്കൂലാച്ചാല് അനക്ക് കേക്കുണ്ടോ? ഇച്ചകല കേക്കാത്ത അനക്ക് കേൾക്കുണ്ടോ? എനിക്ക് നല്ലോണം കേക്കുന്നുണ്ട്. അങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. വളാഞ്ചേരി എടയൂര് പോവാ. അവിടെ പെർട്ടിക്ക് നിറങ്ങേണ്ട സ്റ്റീലിന്റെ കട്ടിലും ജെല്ലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. ഇന്ത്യയിൽ തന്നെ ജോലി അത്ര വലിയൊരു കമ്പനിന്ന്. അനക്കുന്നത് ആദ്യമായിട്ട് ചലച്ചൂടെ പോയി എന്നോട് പറഞ്ഞിട്ടെത്താ കാര്യം? ജിപ്പാങ് ഇമ്രാന്തിന്റെ അതല്ലേ ഇത് കേക്കല്. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ നിൽക്കും? ഇരുമ്പാണ് ഇവിടെ ഉള്ളത് പറഞ്ഞിട്ട് മൊത്തം മരാണല്ലോ. ഇത് ഇരുമ്പന്നെയാണ്. അതന്നെയല്ലേ വല്ല പവറ്. ഇതിപ്പോ ഓർഡർ എന്നാ എത്ര ദിവസം ആവും പെരീക്കെത്താന്? ഒരു 10-15 ദിവസം കൊണ്ട് പെരീക്കാണ്ട് എത്തിച്ചേരും. അതൊന്നും നടക്കൂല. നാളെ കട്ടിലപ്പേര് വരും. അപ്പൊ അതിനെന്താ കാട്ടാ? നോർമൽ ടൈപ്പ് ആണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇവിടെ നോക്കിയെടുത്താണ് കൊണ്ടാവാ. കണ്ടു അപ്പൊ പോന്ന് നന്നായി. അപ്പൊ എനിക്ക് സാധനം കിട്ടിയില്ലേ? അതാണ്. പോട്ടെ പോട്ടെ. എവിടുക്കാ പോണ്? ഞാൻ ആ തവളക്കോയന്റെ പെരപ്പണി എടുക്കല്ലേ, അങ്ങോട്ടൊന്ന് പോവാ. കോയാക്കെന്നാ പൊട്ടുന്നു. പോയ പറ്റൂന്നോ? പടച്ചമ്പുരാനെ, ഞാൻ അറിഞ്ഞില്ലല്ലോ. പോയേ ഇന്ന് വർത്താനം പറഞ്ഞാൽ എന്റെ ചങ്കിട്ട വെള്ളം പറ്റും. എന്തേ പോന്നു? കുന്തം പോയോ? കുളത്തിലും തപ്പണം. ഞാൻ വാപ്പാനെ തലയില തപ്പുണ്ട്. ഞാൻ തന്നെ ഒറ്റ കുത്തൽ കുത്തിയാണല്ലോ. അഭിപ്രായം പറയാനാണ് എന്റെ ഔത്തുകൾ കയറരുത്. ഞാൻ പറഞ്ഞിട്ട് കേട്ടാ മതി. ഹൈദരാബാദിന്റെ തലച്ചോറൊക്കെ അങ്ങനെ തന്നെയാണ്. നീർക്കോലിയെ ടൈൽസിന്റെ പണി ബാക്കിണ്ട്. അത് വാങ്ങാൻ വേണ്ടിട്ട് എടപ്പയിലേക്ക് പോണം. ഒരു പെരപ്പണി നടക്കുമ്പോ ആദ്യം കണക്കപ്പായ കൊണ്ടെത്തുക. എത്ര ചുറ്റാൻ മനുഷ്യനോട് പറയാ? പോയോ? പോയേ. ഇവിടെ ഉണ്ടോ? എടപ്പയിലേക്ക് പോയി കണ്ട് ടൈൽസ് എടുക്കണം എന്നാ പറഞ്ഞതേ. ഓർക്ക് കോട്ടക്കലും കൊപ്പത്തും പട്ടാമ്പിയിലൊക്കെ കടണ്ടെന്ന്. കൊട്ടയിലൊക്കെ അപ്പം കൊടുന്ന് പട്ടിണി കിട്ടിട്ട് എത്താ കാര്യം പോയേ. ടൈൽസിന്റെ ഒരു കടണ്ട് കോട്ടക്കലും കൊപ്പത്തും പട്ടാമ്പിയിലും. എടപ്പയിൽ നിന്നാണ് അതിന്റെ പേരത്. അവിടെ ആദായത്തിന് കിട്ടുന്നായി പറയേണ്ടതേ. അവിടെ നല്ല മോഡലും ഉണ്ടല്ലോ, പൈസക്ക് ആക്കണ്ടേന്ന്. പടച്ച റബ്ബേ, അതിന് നടന്നു എത്തോ? ഇങ്ങോട്ട് ഇറങ്ങി നടക്കേ. നീർക്കോലി വീരാം. നീ കണ്ടപ്പോ സമാധാനം പറഞ്ഞു പോയി. അന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എത്ര തവള കോട്ടായിട്ടൊക്കെ നടക്കണോ? ഇതൊന്നും കാണുമെന്ന് ഒഴിവാക്കേ. എവിടുക്കാ താറാവാളേറ്റ്? തറവാട്ടൊക്കെ ഇപ്പൊ പോവാ വെച്ച കാലിന് സുഖല്ലണി. പോണോ? മരിയോള് പെറ്റെടുക്കണം. അവിടേക്ക് പോകാണെന്ന്. മഞ്ഞപ്പിത്തല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവാണോ? മറ്റന്നാൾ കുമാരനോടത്തെ കല്യാണം എനിക്കുണ്ടോ? മത്തം കുത്തിയ കുമ്പളം മുറക്ക് എത്തൊക്കെ കോയേജ് പറയണേ. കണ്ണ് കാണില്ലല്ലോ കോയെ. കണ്ണില്ലാന്നോ? പടച്ച റബ്ബേ, നീർക്കോലിയെ അന്റെ കണ്ണ് പുറത്ത് കാണിക്കണു. ഉള്ളിക്കൊക്കെ വെക്കാൻ പറ്റൂല. ഇതന്നെയാണ് നിങ്ങളെ മേത്തൊക്കെ ഐറ്റംസ് എടുക്കാൻ തന്നെ പേടി. പടച്ച റബ്ബേ, ഒരാള് വരുന്നുണ്ട്, ചോദിച്ചു നോക്ക. ഇവിടെ അടുത്ത എവിടെ കണ്ണാസ്പത്രി ഉള്ളത്? എന്നോടല്ലേ ചോദിച്ചു. ഇത് ഞാനാണ് നീർക്കോലിയെ. എന്താ പറ്റി? കണ്ണൊന്ന് അമ്പലം പറഞ്ഞതാണ്. നമ്മൾ അടുത്ത് എവിടെ നല്ല കണ്ണാസ്പത്രി ഉള്ളത്? നമ്മളെ മേലെ പട്ടാമ്പി അൽഷഹാം ഹോസ്പിറ്റൽ ഉണ്ട്, കണ്ണാസ്പത്രി. അവിടെ പോയാൽ മതി. ആയിക്കോട്ടെ, ഞാൻ ഏറ്റു. നീർക്കോലിയെ കുറ്റൽ പൊട്ടിച്ചേ കഴിഞ്ഞോ? മതിന്റെ മേലിന് കിട്ടിയതാ. പഞ്ചായത്ത് മുഴുവൻ കേട്ടു. അഞ്ച മോനെ രണ്ടാമത്തേക്ക് ചവിട്ട് വെക്കുണ്ടേ. ഇങ്ങനത്തെ എന്റെ അടുത്ത് തന്നെയാണല്ലോ കാരനെ കുറിച്ച് ഞാൻ പൊളിച്ചേ കളഞ്ഞു. കരട് കടിച്ചടിച്ചോണ്ടോയോ? എന്നിട്ട് അനക്കത്തും പറ്റിയില്ലേ? തൊണ്ടിയുടെ വെള്ളം ഇന്ന് പറ്റും. എന്തിനാ പണ്ടങ്ങോട്ട് അടക്കിയത്? ഇത് പടുക്കാലെന്തോ പുതിയൊരു സാധനം കൂടി നിൽക്കണ എത്തായി. മണ്ണിന്റെ കട്ട. മണ്ണാൻ കട്ട. ഒറ്റ കുത്തൽ കുത്തിയാണല്ലോ എംബ്രിക്സ്. പടച്ചമ്പുരാനെ, ഇൻഷുറൻസ് ഒക്കെ പടം പറഞ്ഞു. എത്താ കോയെ. എത്ര പറഞ്ഞാലും കേൾക്കൂലെന്ന്. ഇപ്പൊ മനസ്സിലായി, മണ്ണിന്റെ കട്ടയല്ലേ പടവിന് വാങ്ങിക്കണേ. ഇപ്പൊ രണ്ടു നേരം ചെകികൾ കേട്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ കട്ട. കണ്ണി കണ്ട ചവിടി മണ്ണേറ്റല്ല, നല്ല ഉറപ്പുള്ള മണ്ണേറ്റാണ് ഇവര് ഉണ്ടാക്കേണ്ടത്. തന്നെ എന്നാ നല്ല തണുപ്പുണ്ടാവല്ലോ. അതന്നെ ഞാനോട് ഈ പറയണ്ടേ. അല്ല തവളെ, അപ്പൊ ഇതൊക്കെ എവിടുന്ന വാങ്ങിയായി? ഏലംകുളം മുതുകുറിശിയിലേ ആറ് സ്റ്റീൽസ് ഇറങ്ങേണ്ട ഒരു കമ്പനി ഉണ്ട്. ഓലിപ്പോ ഇതും തുടങ്ങിയതാണ്. തന്നെ എന്നാ എനിക്ക് നേരത്തെ ചച്ചൂടോ കോയെ. അതിന് പറഞ്ഞ മുഴുവൻ ഉൾട്ട കേക്കല്ലേ നടക്കാട് മഴപ്പോത്തിന്. കൊടണ്ടേ ഇതോ ഇതോ കോട്ട ഇത് ദജ്ജാലി അനുസരിച്ചെടുക്കണി. 19 തീയതിയാണ് ഇതിൽ കൂടിയിരിക്കല്. അതിന്റെ മുന്നത്തൊന്ന് തീർത്തു തരുകള്. അങ്ങനെ ഇരുന്ന ആൾക്ക് കസാല എന്തെങ്കിലും കൊടുത്തു തരണോ? തവളക്കോയെ. പടച്ച റബ്ബേ, നീർക്കോലി. കണ്ണൂടെ പെയിന്റിന്റെ പണി നടക്കുക. വെയിലോട്ട് ഇറക്കേ തള്ളത്തിക്കാണ് നിക്ക. ഒരു തോക്കിനൊട്ടേറെ പൈസ ആവുന്നാവോ? നീർക്കോലിയെ പേരെ മൊത്തം കളറാക്കാണ്. പടച്ച തമ്പുരാനെ, പേര മൊത്തം വയറിളക്കിക്ക്.
എല്ലാവർക്കും ഉണ്ടണി ആ കൊടക്കടേ ഇജ്ജ് വേഗം അതിനൊക്കെ ആശുപത്രി കൊണ്ടാവും നോക്കാം. ഒന്നും ഇവിടെ വന്ന ഇന്റെ മകളെ പെരപ്പണിക്കേ പെയിന്റ് നല്ലത് എവിടുന്ന് എടുക്കാന്ന് എന്നോട് ചോദിച്ചാൻ വേണ്ടി വന്നാ തവളെ. വൈലത്തൂർക്ക് പോയാ മതി. അവിടെ പെയിന്റ് മാത്രല്ല കുട്ടിക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇമ്മുട്ടിന്റെ കുട്ടിക്കും വായിച്ചു നോക്കാം. എല്ലാം ശോഭിയാക്കാത്ത ആൾക്കാർ ഇങ്ങനെയുണ്ട്. അതെ പോയെ നമ്മളിപ്പോ എവിടുന്നാ നല്ല പെയിന്റ് എടുക്കാന്ന് പറഞ്ഞേ. അന്റെ തലയില് വലൈക്കും അസ്സലാം. വൈലത്തൂരുണ്ട് ബെസ്റ്റ് പെയിന്റ് ഷോപ്പ് ഇറങ്ങുന്ന ഒരു കട തന്നെ. അവിടുന്ന് എടുത്താ മതിന്ന്. നിന്റെ മകളെ പേരെ വേങ്ങരല്ലേ തവളെ? വേങ്ങരയുണ്ട് ഓൾക്കൊരു കടാന്ന്. നേരത്തെ ചച്ചൂടനായി ഈ ചതുർക്കൊല്ലി അവിടുന്ന് നടക്ക് തവളെ. എന്നിട്ട് കാട്ടിയ കുട്ടിയായി ഞാൻ നിർക്കൊല്ലി ഒരു ഒറ്റ കുത്താണ് കുത്തിയത്. പരസ്യത്തിന്റെ പോടല്ലേ ഇങ്ങോട്ട് വാ. കല്യാണ പേര് ചോറ് വെച്ചാൽ അത്ര മോശം വേറെ വല്ലതും ഉണ്ടോ? ഓമിനെ വലിയ നേർച്ചയൊക്കെ കല്യാണം നടത്താൻ നിൽക്കണ്ടിരുന്നു. അല്ല ആരോടൊപ്പം ഞാൻ അതൊക്കെ പറഞ്ഞു അല്ലേ. നോക്കേ കേറി നോക്കാം അതിന്റെ ഉള്ളില്. ഈ ജോയ് പോട്ടനോടാണ് എത്ര നേരം വർത്താനം പറഞ്ഞു ഞാൻ. എല്ലാം ഈ ജോയ് കാര്യം പൈപ്പ് അയച്ചിട്ട് നേരത്തെ ഒറ്റ നാൾ തന്നാണല്ലേ ഞാൻ. ജോയ് കാര്യം പൊട്ടന്മാരെയുള്ള പഠിച്ചവനെ വെച്ച് ചങ്ങായിമാരായി കിട്ടിയത്. ബൂട്ടൊക്കെ നമ്മള് പോണു കോയെ തീർക്കോലിയേ പൈച്ചാൻ പൈച്ചുണ്ട്. ഇവിടെ ഒരു മന്തിക്കട ഉണ്ട്, അവർക്ക് പോകാൻ നമുക്ക്. ചൈത്താൻ വരുന്നുണ്ട്, ചന്തേക്കാൻ പോവേ. പടക്കം വരാനെ കിയാമെന്നാളെടുത്തോ. ഇങ്ങനെയാണ് കിയാമത്താൽ അടുക്കേണ്ടി വരില്ല. അതിന്റെ ഒട്ടക്കം ഞാൻ കൊല്ലും ഞാൻ. അവിടെ മന്തിക്കടിയിലേ ഫിഷ് മന്തി മധുഹൂത്തൊക്കെ ഉണ്ടല്ലോ. കുനൂത്തോ എത്ര പറഞ്ഞാലും ഇപ്പൊ എനിക്ക് ചെയ്യേക്കുണ്ടോ? കേക്കുണ്ടോ? എവിടുന്നാ കോയ മന്തിന്നാ പോണു പറഞ്ഞേ. രണ്ടു തന്നെ എനിക്ക് ചെയ്യാൻ കേട്ടല്ലോ. മഞ്ചേരിയിലാണ് അതിന്റെ പേര് ചാൽ പുടിയാടില്ല. ആ ചെറുക്കന്മാരോട് ചോദിച്ചോക്കവാ. എടാ നമ്മളെ മഞ്ചേരി അങ്ങാടിയിൽ നല്ല ചാതുള്ള മന്തി ഇടുന്ന ഒരു കട ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? അത് കോയൊക്കെ നമ്മള് മിടുവ മന്തി. കടുവ മന്തി. ഒറ്റ തെരേക്കാരം കടുവ മന്തി ഇതല്ല, മിടുവ മന്തിന്ന്. മഞ്ചേരിയില്ലേ നമുക്ക് പള്ള നിറച്ചും പിന്നെ കുറച്ചും ഞാൻ വാങ്ങി തരും. കോയ കല്യാണ പേര് ചോറ് കിട്ടിയല്ലേ? അന്റെ വർത്താനം കണ്ടിച്ച് പള്ളാർച്ച് നിന്ന മാറിയിട്ടല്ലോ ഒരു മനുഷ്യൻ കിട്ടിയിട്ടില്ല. ഇപ്പപ്പാ മൂത്താപ്പ പറഞ്ഞു കോയനെ വിളിച്ചിട്ടുണ്ട്. മൂക്കാത്ത വായ വെച്ചിട്ട് വെട്ടാ പറയാ. ഞാൻ ആ തവളന്റെ പേരിക്കൊന്ന് പോയോക്കട്ടെ. തവളെ പടച്ചോനെ നീർക്കോലി പെട്ടു മനസ്സം ഇങ്ങോട്ടാണ് റബ്ബേ തുടങ്ങി. ഇതാണെങ്കിലും വാതില് മുട്ടിക്കണോ? അങ്ങനെ സമ്മതിച്ചേ മുട്ടിക്കണെങ്കിലേ മാറ്റതേ വാതിൽ മുട്ടേണ്ടില്ല. ഇതിനെ വാതിൽ വെച്ചാൽ മനസ്സിൽ കുടിയിൽ കഴിഞ്ഞു വെച്ചിരിക്കാണ്. അടുക്കളയിലൊന്നും റാക്ക് വാർത്തയില്ലേ തവളെ? നീർക്കോലിയെ മൾട്ടി ഫുഡോടാണ് ഇതിന്റെ പണി. വോൾട്ടൊക്കെ അതിന്റെ പണി തുടങ്ങിയോ? നമ്മളെ ആസാരിയെ അത് ശരി. ധർമ്മരാജൻ വരും. അമൃതരാജുണ്ടോ? ലേസം കാട്ടിച്ചും തല വെട്ടാണ്ട് തവളെ. തലച്ചതിൽ കുത്തം പൊളിച്ചേക്കാണ് ഞാൻ. നീർക്കോലിയെ അപ്പൊ അതിനുള്ള സാധനങ്ങൾ വാങ്ങി കൊടുത്തേക്കാൻ പറഞ്ഞു ചട്ടിപ്പറമ്പെന്ന്. അവിടെ ഉണ്ടോ ഒരു കട, അൻസോ എന്നാണ് അതിന്റെ പേര്. അതിന് ആൻസിന്റെ കടയിൽ നാളെ കിട്ടുമോ തവളെ? എല്ലാം എത്ര വെച്ചിട്ട് മനുഷ്യനോട് പറയാ പോയോ ജിന്നാബോ വരുമാൻ കൊടുത്തോ തവളെ? അല്ല പോയേ എവിടെ കടാന്ന് പറഞ്ഞേ? ഇപ്പൊ എനിക്ക് ചെവിയർ കേട്ടല്ലോ. അൻസോ ഇന്റീരിയർ മാർക്കറ്റ് ഒരു കട ഉണ്ട് ചട്ടിപ്പറമ്പിലേന്ന്. പടച്ച തമ്പുരാനെ, ചട്ടിപ്പറമ്പിലാണെങ്കിൽ എല്ലാ സാധനത്തിലും വില കമ്മിയാണല്ലോ പോയേ. അപ്പൊ അതന്നെയല്ലേ നീർക്കോലി എന്നോട് ഞാൻ പറഞ്ഞത് അവിടെ മൾട്ടിബോർഡും പ്ലൈവുഡ് ഒക്കെ വില കുറച്ച് കിട്ടുന്നുള്ളേ. നേരത്തെ ചടിച്ചൂടോ പോയേ. എങ്ങനെയാണോട് എന്നാ നടക്കേ അനക്കാൻ കാണിച്ചു തരാം കട. കോല മൂക്കട്ടെ മൂക്കട്ടെ എന്ന് വെച്ച് നോക്കുമ്പോ ജന്തുക്കൾ കൊത്തി നാസാക്കുക. തവളെ ബദിരീങ്ങളെ മൂത്തതൊന്നാ വരുന്നു. തുണിയൊന്നും ഇല്ലാതെ നീർക്കോലി നടക്കുന്നത്. ഇപ്പൊ അവിടത്തെ മറക്കലൊന്നും ഇല്ലേ? അവിടുത്തെ മരൊക്കെ മാറ്റി തുടങ്ങിയോ? അല്ല കുടിയിരിപ്പിന്റെ കാര്യൊക്കെ എന്തായി? ഇച്ച് ചെവി കേക്കും അനക്കാണ് കേക്കാത്തത്. കഴിയും പൊട്ട കരിങ്കട്ടെ ഇങ്ങാട്ടി ഒരു കണ്ടായി. നീർക്കോലിയെ കുടിയിരിക്കൽ അടുത്തക്കണോ ഫർണിച്ചർ എടുക്കാൻ പോകുന്നുണ്ട് ഞാൻ പള്ളൂർ ചൊക്ലിക്ക്. മിച്ചറന്നാണ്ട് പള്ളം മക്കളി ആക്കിട്ട് എത്താ കാര്യം കോയെ. കുത്താൻ കുത്തിയാണ്ടല്ലോ ഞാൻ എല്ലാതും. കോയെ അന്റെ കൊലൊന്നും മൂത്തില്ലല്ലോ നീ. ജാതി അന്റെ നോക്കി പടച്ച തമ്പുരാനെ, ഞാൻ തുണി എടുത്തിട്ടില്ലല്ലോ തവളെ. അത് ഇപ്പൊ കാണുള്ളൂ. ഇന്റെ പെരീത്തെ അൽമാർ അത്ര ഉള്ളടി. അതില് ഞാൻ നോക്കുമ്പോ എല്ലാം ഇട്ട പോലല്ലേ കാണണേ. അതിനാണ് നീർക്കോലി എന്നോട് ഞാൻ പറയേണ്ടതേ. ഞാൻ ഹോം ഡെക്കർ എന്ന് പറഞ്ഞ ഫർണിച്ചറിന്റെ ഷോപ്പൊക്കെ പോകുന്നുണ്ട്. അവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. എല്ലാവർക്കും അവനും വെള്ളം കൊടുക്കണ്ടോ? അനക്കിപ്പോ ചെവിയൊക്കെണ്ടോ? അങ്ങോട്ട് വാ. ഞമ്മളേ മാഹി ചൊക്ലിയില് ഹോം ഡെക്കർ എന്ന് പറഞ്ഞ ഫർണിച്ചറിന്റെ ഷോപ്പ് ഉണ്ട്. അവിടേക്ക് പോകാണ്. ഞാൻ ചെവി അവിടെ കൊണ്ടുപോയി കാണിച്ചട്ടോ. ഇത് നീർക്കോലിനെ കണ്ടോ? അതിനല്ലേ നിങ്ങൾ പിടിച്ചോണ്ടിരിക്കണേ? ഒറ്റ മലമ്പാമ്പല്ലേ ഇന്റെ ഇപ്പൊ നീർക്കോലി ഉണ്ടായിരുന്നു. ഓനെ കണ്ടോ? അത് പറഞ്ഞാ പോരെ. മനുഷ്യനെ പേപ്പിച്ച ഓരോരോ സാധനം കൊടുത്തിട്ട് ഇത് കോയനെ കണ്ടോ? കോയെ ചങ്ങായെ തവളാറിലൊരു സാധനം എന്റെ ഒപ്പം വന്നിന്. ഇത് ചമച്ചോണ്ട് നിൽക്കാതെ എന്തേലൊക്കെ ഒന്ന് ചിലക്കേ. ഇതങ്ങനെ മുന്നിക്കെത്തിയായി
നീർക്കോലിയെ ഇങ്ങോട്ട് ഇറങ്ങി കരിന്തണ്ടായിട്ട് പോകാനുള്ളതല്ലേ ഇവിടെ ഒട്ടകണ്ട് ചട്ടകോ ഒട്ടകല്ല ഒട്ടകം ആരുടെ പറഞ്ഞ ഒട്ടാളോട് നടക്കാൻ കിട്ടും നീർക്കോലിയെ ലോകത്തിലെ ഏറ്റവും ചെറിയ കാളയാണിത് സിനിമയിലൊക്കെ ഉള്ള മാളെ എവിടെ ആരാളെ നടക്കേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നീർക്കോലിയെ ഇവിടെ വാ ഇതാണ് ഞാൻ പറഞ്ഞ ഒട്ടകം എവിടെ ഇതാക്കുള്ളൂ ദിനോസരന് അല്ലാ നാട്ടിയായി അവിടെ കായും പോട്ടായും ജീവല്ല നീ കാണിക്കോ തന്നെ പറഞ്ഞൂടെ ഒന്നായി നീർക്കോലിയെ നീ കാണിച്ച നീരാത് പറയരുത് ഇതാണ് കുതിര മുതല ദേശം കാട്ടിയായി കുതിരല്ലേ മനുഷ്യന്മാര് ഇവിടെ വന്നാ തിന്നാ ഞാൻ പുറത്തുണ്ടാവും തവളെ അടച്ചോനെ നീർക്കോലി എവിടെ ഇവിടെ ഉണ്ട് വാളുമ്മേ കുറച്ച് ഉണ്ണിയപ്പം ചുട്ടിക്കണേ അനക്കന്നുള്ളൂ നന്നായി ഒറ്റക്ക് തിന്നോ പുണ്യപ്പം നീർ ഒരുപാട് കാലായി അടച്ച തമ്പുരാനെ അച്ചിങ്ങേ അല്ലാ പൊതി മാറിയല്ലോ കോയെ ഓരോരോ വണ്ടി പാലിയേറ്റ് ദിവസം വരും നോക്കേ എന്നോടൊരു കാര്യം പറയണ്ട് ഞമ്മക്കൊരു ബൈക്ക് പോകാണ്ട് ബൈക്കും ഒന്ന് പോകാൻ വയ്ക്കൂല കോയെ കാലിന് സുഖല്ലേ ഈ കുട്ടികളെ ചളിയും പൊളിയാക്കാണ് എന്നോർത്തുണ്ടണിയായി ആരോടെ തമ്പുരാനെ ഇതൊക്കെ പറയാ അന്റെ സങ്കടക്ക് എന്നോട് പറയാ തവളെ ഡിമോസ് ഫർണിച്ചർ കൊണ്ടോട്ടിയിലേ ഡിനോസർ മിച്ചറും നാട് കൊണ്ടോട്ടിയിലോ പടച്ച തമ്പുരാനെ നടുറോട്ടിലാ നിക്കണേ ഞാൻ ചെവിക്ക് പുത്തനാർത്ത് നിൽക്കൊല്ലത് മാണ്ട നോക്കുമ്പോ ഇങ്ങനെ പൊട്ടന്മാരുണ്ടാവും അവിടെ മിഡ് നൈറ്റ് സെയിൽ നടക്കുന്നുണ്ട് മിഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നീർക്കോലിയെ ഒന്നുകൂടെ വന്നാ അന്റെ അവിടെ നട്ടുച്ചക്കാ ഗുഡ് നൈറ്റ് കാര്യം പൊട്ട ബിഗ് സൈല് പടച്ച തമ്പുരാനെ കോയെ എവിടുന്നാ വരുന്ന മിസൈല് കടിയിലല്ലേ മിസൈല് കൊടുക്കല് എല്ലാം കോയെ എന്താ കോയെ അന്റെ തുണി കൊഞ്ഞാടിക്കണോ ഇത് ഇന്റതല്ല എന്റേതാണ് എനിക്കിപ്പോ ചെവി കേൾക്കുണ്ടോ എന്നോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഞാൻ നേരിട്ട് കാട്ടിത്തരാം ഇതിന്റെ എപ്പോഴും പോന്ന റബ്ബിലോല് കല്യാണം അങ്ങനെ ആയിക്കോട്ടെ തവളക്കോയെ ആരറ്റങ്ങളൊക്കെ അത് പിരിവിനന്നതാ കണ്ടിട്ട് തെരുവെന്ന് വന്ന പോലെയല്ലോ കോയെ ചെവി കേൾക്കൂലേ ഞാൻ എപ്പോഴും വരാം മരിയും ഗൾഫിന്ന് വന്നിക്കണേ ഉച്ചില്ലാത്തൊരു മൊബൈല് കൊടുന്നിക്കണ കോയെ ഞാനും തന്നെ കൊറേ കാലമായി ഒരു ഫോണ് പൂതിയേക്കും പടച്ചോനെ ഇതിലൊന്നും ഇല്ലല്ലോ അതിലൊന്നേ കൊണ്ടിട്ടുള്ളേ അത് ഞാൻ എടുത്തു അനക്ക് വേണമെങ്കിൽ പെട്ടിരുത്തോ കയ്യിൽ കിട്ടി ഓണാക്കാൻ ഗൾഫ് ഫോണിക്ക് പോയാ മതി അവിടെ കിട്ടുത് ഫോൺ ഓണാക്കാൻ എത്ര താകൊക്കെ ഗൾഫിക്ക് പോണ്ടേ കോയെ ഞാൻ ഓണാക്കി തരൂലേ ഓണല്ല മടാള വേണ്ട ഒറ്റ പൊത്തർ കൊത്തി രണ്ട് പൊടിയാകാൻ വേണ്ട അവിടെ 11-ാം തീയതി ബുധനാഴ്ച ഡേ നൈറ്റ് സെയിൽ നടക്കുന്നുണ്ട് കോൾഗേറ്റ് കൊണ്ട് ഒന്ന് തേക്കണ്ടേ അവിടെ ഓഫറിന്റെ പെരുമായ നടക്കാണേ വെറുതല്ല ജാഫറിന്റെ ചീരാപ്പ് അരക്കുണ്ടോ കോയെ പനി എത്തച്ച് ബാങ്ക് കൊടുക്കുക അധികം പൈസ ഒന്നും ഇല്ലാതെ അന്ന് വാങ്ങുന്ന ഫോണിന് 2 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് 2 വർഷം തെരഞ്ഞു കൊടുക്കണ്ടോ തുര കണ്ടെത്തുണ്ടോ കോയെ എല്ലാം ഗൾഫോളല്ലേ തെരഞ്ഞു കൊടുക്കുക നീർക്കോലിയെ അന്റെ തല തിരിച്ചേക്കണോ ഞാൻ ശരിയാക്കി തരാം തല തിരിഞ്ഞ ഞാൻ ഷർട്ട് തിരിച്ചിട്ടാ കോയെ അന്റിലെ ഉസാറുള്ള ഫോൺ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങി കാണിച്ചു തരാം അതാണല്ലേ ഇങ്ങോട്ട് വാ കഞ്ഞൊന്നും വെക്കണ്ട പണിക്കാരൊക്കെ പോവാണല്ലോ ഓർക്ക് സെറന്റ് നടക്കാണ്ട് എന്തോ ഒരു പശ ഉണ്ട് ഒരു ഉടുമ്പിന്റെ ഫോട്ടോ ഒക്കെ ഉള്ളത് ആക്കെ എവിടുന്ന ഞാൻ ഉണ്ടാക്കണു പടച്ച റബ്ബേ നീർക്കോലി ഇത് പോകാൻ വെച്ചാ എന്റെ അണ്ണാക്കുന്ന് പറ്റും അനക്ക് പറഞ്ഞീന് ചെവിടെ വെക്കുന്നുണ്ട് മാത്രം വളപ്പൊക്കെ ഓട്ടിയാൽ മതി അല്ലെങ്കിൽ പോയിക്കോളൂ മകൻ കാറ് വാങ്ങിയണി ഇതൊക്കെ പറമണി ആയില്ലാണ്ടെന്ന് എന്നിട്ട് എവിടെ ഇതാ കാറ് ഓരോ വണ്ടി പറ്റിട്ട് ദിവസം വരുമോ റബ്ബിലോലായിട്ട് കുടിയിരിപ്പൊന്നുമില്ലേ പണിക്കാരൊക്കെ എവിടെ ഓരൊക്കെ പോയി ഓർക്ക് സെറന്റ് നടക്കാൻ ഒരു ഗമ്മില്ലായിട്ട് പടച്ച തമ്പുരാനെ കറണ്ടിന്റെ സിമ്മോ ഈ ജത്താന്നൊന്ന് തെളിയിച്ച് പറയാ ജനാർദ്ദന്റെ സിനിമ കാര്യം പൊട്ടാ നീർക്കോലേ അങ്ങനത്തെ ഒരു ഗമ്മ ഇറങ്ങിക്കോളോ ഇല്ലെങ്കിൽ ഒരു പണി എടുക്കൂലാന്ന് ഇമ്മേ ആരമ്മ തുത്തുമ്പേ അതെ വല്യമ്മേ റബ്ബേ ആരോടാ ഞാൻ അതൊക്കെ പറയുന്നത് അത് നല്ല പശയാണല്ലോ അതിന് എംസാന്റും മാണ്ടാ സിമെന്റും മാണ്ടാന്ന് അംസന്റെ ഉമ്മക്ക് സിമെന്റ് കൂട്ടി കൊടുക്കുക പടച്ച തമ്പുരാനെ ഞാൻ അറിഞ്ഞില്ലല്ലേ അംസന്റെ അമ്മലെ സിമെന്റ് കൂടി കൊടുക്കല് അതാണ് അല്ല കോയ ഏത് പശാന്നാ പറഞ്ഞേ സെറന്റ് നടക്കാണ്ട് ഒരു പശണ്ട് അത് വാങ്ങാതെ ഓല് ഇങ്ങോട്ട് വരൂലാന്ന് നേരത്തെ കോയെ അതിനെങ്ങനെ ഇപ്പാന്ന് പറഞ്ഞ ഇമ്രാൻ കോയെ അതല്ലേ കേക്കല് അതിന്മാര് ഉടുമ്പിന്റെ ഫോട്ടോ ഉണ്ട് അതിച്ചറിയാം ഉടുമ്പാണെങ്കിൽ ഒട്ടിപ്പിടിച്ചും കോയെ അതന്നെ ഞാനും പറഞ്ഞിട്ട് നല്ല ഒട്ടണ പശയാണല്ലോ അതൊന്ന് കണ്ടുപിടിച്ചണം അന്റെ പേരക്കുട്ടി സ്റ്റേജ് കയറാണ്ട് മൈക്ക് പിടിച്ചു നല്ല പാട്ടൊന്നും പാടില്ലല്ലോ ഒരു 10,000 വാട്സിന്റെ സൗണ്ട് അവിടെ കൊടുത്തിട്ട് എന്റെ ചെവിക്ക കേട്ടില്ലാന്നുണ്ടെങ്കിൽ ഗുണ്ടാക്കി പൊട്ടിച്ച് ഞാനിട്ട് എണ്ടർച്ച് വെച്ചിട്ടുള്ളതോ പാത്രത്തില് തുടങ്ങിയോ കറി വെച്ചപ്പോ നീർക്കോലിന്റെ ചാറക്കങ്ങൾ വെക്കലുണ്ടോ അതെങ്ങനെ തിന്നുക ഉറക്കുന്ന കുട്ടിക്കോ
കിട്ടിയോ കോയെ കുട്ടിക്ക് ഹാജറില്ലായിട്ട് സമ്മാനം കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. ഹാജരാക്ക് സമാധാനം കിട്ടിയില്ലെങ്കിൽ ഇജ്ജത്തെ താങ്ക പേടിച്ചോ കോയെ അത് ഞാൻ കൊടുക്കാ കണ്ണെ കൊണ്ട് നീച്ചക്കം വെച്ചാത്ത ഹാജരാക്കി സമാധാനം കൊടുത്തു. എല്ലാം ഒറ്റ കൂട്ടിനകത്ത് കുത്തിയെ കഴിഞ്ഞു. തവളെ ഇത് വാങ്ങി എന്റെ അകത്ത് കൊട ഒറ്റ റബ്ബേ, സാധാരണ അടി കിട്ടി അവന് ചെവി കേൾക്കണ്ടാളൂ. പടച്ച റബ്ബേ കോയെ കൊട മാറില്ലേ ഈരാനേ നീരാ വെച്ചടി ഊരക്ക് സുഖല്ല ചെവി അടിച്ചു പോയ റബ്ബേ. അടിച്ചു വാരാനൊന്നും നേരല്ലേ മഫാസ് പറഞ്ഞ ക്ലിനിക് ഉണ്ട്, അവിടെ പോയി എന്റെ ചെവി ശരിക്ക് കേൾക്കും. വികാസ് എടുത്ത് ചെവി കുത്തേ കേട്ടാക്കിക്ക ആ ഓർഗ നേരത്തെ പറയണ്ടേ ഉറങ്ങില്ല കേട്ടോ, ഇറങ്ങുന്നു. ആ എന്നാ തിരിയുടെ കോലത്തിലാണ്ട് പറയണ്ട കോയെ ഇതെന്താ കറങ്ങാനല്ലേ പറഞ്ഞേ ഇറങ്ങാനല്ല നടക്കാണ്ട് നടക്കാൻ നടക്കാൻ ഇന്ന് എന്റെ ചെവി ശരിയാക്കിയിട്ട് ബാക്കി പരിപാടി.